ഹായ് ഹലോ ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മോളുടെ അതായത് നിരഞ്ജനയുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ തലേ ദിവസവും നിശ്ചയ ദിവസവും ചേർത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിലെ ഒരുക്കങ്ങളും കാര്യങ്ങളും സദ്യവട്ടങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനും സംഭവങ്ങളും ഒക്കെയാണ് കേട്ടോ. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പം എന്താണ്ട് പന്തലെല്ലാം ശരിയായി, ഒരുപാട് പേര് തലേന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിരഞ്ജനയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചായിരുന്നു. സെയിം പെയിൻറ് തന്നെയാണ് അടിച്ചത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബ്രൈറ്റ്നെസ്. അപ്പം നിരഞ്ജനയുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അതാണ്ട് അവരെല്ലാം ഇവിടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ ബാലുവും കണ്ണനും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ബാക്കിൽ ഇതാണ്ട് ഇഞ്ചി കറിയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കീർത്തനയുടെ കല്യാണത്തിന് ഞാൻ പരിചയപ്പെടുത്തിയ ശ്രീഭദ്ര കാറ്ററിംഗ് അവർ തന്നെയാണ് കേട്ടോ ഈ വർഷവും നമ്മുടെ സദ്യയെല്ലാം ശരിയാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആവുമെന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വിശ്വാസം. അപ്പം അവരെല്ലാവരും നേരത്തെ വന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ട് അവരിതാണ്ട് പാചകം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഒരു കല്യാണത്തിൻ്റെ കലവറ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രയാസമുള്ള, ഭയങ്കര നമുക്ക് റിസ്ക് ഉള്ള കാര്യമാണ്. എല്ലാം നമ്മൾ വാങ്ങിച്ച് അടുപ്പിച്ച് കൊടുക്കണം. പക്ഷേ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും കേട്ടോ. നമ്മൾ അതാത് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയും അവരത് അരിഞ്ഞ് കറിയൊക്കെ ആക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും റിസ്ക് ഒരുപാടാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാരും നമ്മൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാറ്ററിങ് മാത്രമാണെങ്കിലും നമുക്ക് ശരിയാവത്തില്ല കേട്ടോ. നമുക്ക് വീടുകളിൽ തന്നെ സെറ്റാക്കിയാലേ ശരിയാവത്തുള്ളൂ. കണ്ടോ, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ തുടങ്ങിയിട്ടില്ല അവർ പാചകം. അപ്പം ഇതൊക്കെ ഇനി അരിഞ്ഞു വെച്ചിട്ട് അവർ രാവിലെയാണ് കേട്ടോ പാചകം തുടങ്ങുന്നത്. ഇപ്പോൾ ദാണ്ട് സമയം 5 മണിയായി. ഞങ്ങൾ 4 മണി തൊട്ടേക്ക് അലാറം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് 12 മണിക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ പാചകക്കാരും 5 മണിക്ക് എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എണീറ്റാൽ മതി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പതുക്കെ എണീറ്റത് കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും കവിതയും കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷനും കവിത അവിടെ കാണും കേട്ടോ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓൾ ഇൻ ഓളായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത് കവിത തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമാണ് കേട്ടോ. അവളെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ. അവർ ചോറൊക്കെ വയ്ക്കാനായിട്ടുള്ള തീയെല്ലാം കത്തിച്ചു കേട്ടോ. അപ്പം അതൊക്കെ പോയി നോക്കിയാണ്. അപ്പോഴേക്കും ദാണ്ട് നിരഞ്ജന വന്നിട്ട് ദാണ്ട് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ദാണ്ട് ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കറുത്ത സംഭവമാണ് കേട്ടോ അത്. അതാണ്ട് ഈ ഒരു കേക്ക് അപ്പോഴേക്കും വന്നു. ഇത് പരവൂരിന്ന് വാങ്ങിച്ച ഒരു കേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നിരഞ്ജനയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഇടയിൽ നിരഞ്ജന ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കേക്ക് എല്ലാവർക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ പീസസ് ഒക്കെ ആക്കി കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ നിരഞ്ജനയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അവർ രാവിലെ തന്നെ വന്ന് ബലൂണെല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് നമ്മൾ നിരഞ്ജനയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം ദാണ്ട് ഇപ്പോൾ അവിടെ മേക്കപ്പ് തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നിരഞ്ജനയുടെ ഫ്രണ്ട് കാർത്തികയാണ് കേട്ടോ നിരഞ്ജനയെ മേക്കപ്പ് ചെയ്തത്. നിരഞ്ജനെ ഞങ്ങൾ ഒരുങ്ങിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവളങ്ങനെ അങ്ങ് മേക്കപ്പൊന്നും ചെയ്യാറില്ല സാധാരണയായിട്ട്. നിരഞ്ജനയും കീർത്തനയും അങ്ങനെ തന്നെ. അപ്പം കീർത്തനയുടെ കല്യാണത്തിന് കീർത്തന സ്വന്തമായിട്ട് തന്നെയാണ് ഒരുങ്ങിയത്. അപ്പം നിരഞ്ജനയും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ കാർത്തികയാണ് പറഞ്ഞത് എന്തായാലും ഞാൻ വന്ന് മേക്കപ്പ് ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നിരഞ്ജനയുടെ ഐബ്രോ ഒക്കെ നല്ല സൂപ്പറായിട്ടിരുന്നു കേട്ടോ. എനിക്ക് നല്ല അങ്ങ് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നിരഞ്ജന ഒരുങ്ങിയപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം സമയം ഒരു 9:30 ആവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഗസ്റ്റുകളെല്ലാം വന്നു തുടങ്ങി. നിരഞ്ജനയുടെ ഫ്രണ്ട്സ് എല്ലാം അതിന് മുമ്പ് തന്നെ വന്നു തുടങ്ങി. അപ്പോൾ ദാണ്ട് നമുക്ക് ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ്റിങ്ങലത്തെ കുറച്ച് ബന്ധുക്കളാണ്. അപ്പം അവരൊക്കെ രാവിലെ തന്നെ വന്നു. അതൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇത് നിരഞ്ജനയുടെ ഫ്രണ്ട്സാണ്. ഇവർ ഒന്നിച്ചാണ് കേട്ടോ BPMM കോളേജിൽ പഠിപ്പിച്ചിരുന്നത്. തമിഴ്നാട്ടിലെ കോളേജിൽ കുറച്ച് നാൾ നിരഞ്ജന പഠിപ്പിച്ചിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം അവർ ഇപ്പം ഒരാൾ പൊള്ളാച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മറ്റേ ആളൊരു കോഴ്സെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം അവരെയാണ് കേട്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചത്. അപ്പം അവർ കേക്ക് നല്ല തോരൻ പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോഴേക്കും ദാണ്ടേ ഓരോരുത്തരായിട്ട് നമുക്ക് കയറി വന്നു തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മൾ വിളിച്ച ആൾക്കാരെല്ലാം വന്നു തുടങ്ങി കേട്ടോ. അപ്പം എല്ലാവരും കുടുംബസമേതം വന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കേട്ടോ. കാരണം നമ്മൾ സത്യത്തിൽ വരണം എന്ന് തന്നെ കരുതി വിളിക്കുന്നതാണ് കേട്ടോ.
അപ്പം ഞങ്ങൾ വിളിച്ച ഏകദേശം ഒരു 95% ആൾക്കാരും കുടുംബസമേതം വന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ. സത്യം എന്നല്ല, സന്തോഷം കേട്ടോ. അപ്പം ബാക്കിയുള്ളവർ അത്രയും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വരാത്തതാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. കാരണം ഈ വന്നവർ പോലും ചിലപ്പോൾ ചില ഫങ്ഷൻസ് എല്ലാം ഒഴിവാക്കി നമുക്ക് വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് രാവിലെ വന്ന് അവളെ കണ്ടിട്ട് പോയ ആൾക്കാരുണ്ട്, 1-2 പേര്. അവളുടെ ഒരു പണ്ട് കൊച്ചിലെ പഠിപ്പിച്ചൊരു സാറൊക്കെ അങ്ങനെ രാവിലെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പേര് അവൾക്ക് വേണ്ടി അവൾക്ക് ഒരു ബ്ലെസ്സിങ്സ് എങ്കിലും കൊടുക്കാനായിട്ട് വന്നിട്ട് പോയ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിലെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആൾ കൂടുന്നതാണ് സന്തോഷം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരെയും വിളിക്കുന്നതും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പാചകപ്പുരയിലേക്ക് പോയിട്ട് നമ്മുടെ മാംഗോ പൾപ്പ് ആ ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ ഒക്കെ കുടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം കവിതയും എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് കുടിച്ചു നോക്കി മധുരമൊക്കെ വെച്ച് കൂടെ വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ആ ഒരു അഭിപ്രായങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എൻ്റെ അന്നക്കുട്ടിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അന്ന് അന്നക്കുട്ടി അങ്ങനെ ഒരു ഭയങ്കര പാവം പോലായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു അന്നൂസ് ഇങ്ങനെ ഓടി ഓടി നടക്കും, ഞങ്ങൾ എങ്ങനെ പിടിച്ച് നിർത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ അന്നൂസ് സിന്ധുവിനെ വിട്ട് മാറിയതേ ഇല്ല കേട്ടോ. എപ്പോഴും സിന്ധുവിനെടുക്കുക തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള നമ്മളുടെ ആ ഒരു കാർ ഷെഡിലാണ് നമ്മളെല്ലാവരെയും ഇരുത്താനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പം അതിൻ്റെ ആ ഒരു ഓവർലാപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനൊക്കെ തുടങ്ങി. കാരണം ഞങ്ങൾ സൈഡ് പന്തൽ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഫ്രണ്ടിലോട്ടുള്ളൊരു പന്തലിടണമെങ്കിൽ നമുക്ക് അകത്തേക്ക് നമുക്ക് കാറ് വരത്തില്ലായിരുന്നു. കാറുകൾ കുറേ നമ്മൾ ബാക്കിലോട്ട് പാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴേ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വലിയ ചടങ്ങുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാം എന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു പന്തലിട്ടില്ല. അത് നമ്മളുടെ തെറ്റ് തന്നെയാണ്. അതന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് പ്രത്യേക ഒരു സോറി എല്ലാവരോടും ചോദിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ നായിക ദാണ്ടെ ഒരുങ്ങി ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ മേക്കപ്പ് നമ്മുടെ കാർത്തികയും കൂടെ ആയിരുന്നു. അപ്പം മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 12:15 കൂടി അപ്പം ഹരിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നു. അപ്പം നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങിയത് 12:15 12:20 ആയി നമുക്ക് ഫംഗ്ഷൻ തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ചടങ്ങൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്രാവശ്യം നമ്മൾ ഒരു വിളക്ക് നമ്മൾ എല്ലാവരും, കാരണം നമ്മളിപ്പോൾ ഒരു ചടങ്ങില്ല എങ്കിലും ആളുകൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, വെറുതെ വന്ന് ഈ കാണികളെപ്പോലെ വെറുതെ ഒന്നുമില്ലാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു നിലവിളക്ക് എല്ലാവരെയും കൊണ്ട് പറ്റുന്ന മുതിർന്നവരെ കൊണ്ട് കത്തിക്കുന്നുണ്ട്. അതിലൊരു മുതിർന്ന ഒരാളായിരുന്നു ഗെയ്സ് ഞാനും. പിന്നീട് കല്യാണ ഡേറ്റ് അടങ്ങിയ ഒരു ചാർത്ത് അമ്മാവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈമാറുന്നുണ്ട്. പിന്നെ എൻ്റെ നിരൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു കേക്ക് മുറിപ്പും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയ് 10 ഞായറാഴ്ച രാവിലെ 10:45 11:15 മധ്യേ തിരക്കില EAK കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചത് വരെ എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. Back
അപ്പം ഇത്രയൊക്കെ ചടങ്ങുകൾ ഫ്രണ്ടിൽ നടന്നിട്ട് എവർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതിനകത്ത് എനിക്ക് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കലാണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹരിയുടെ അച്ഛനും അമ്മയും. അച്ഛൻ്റെ പേര് അനിൽ ലാലെന്നും അമ്മയുടെ പേര് അമ്പിളി എന്നുമാണ് കേട്ടോ. അപ്പം അതോടുകൂടി എല്ലാവരും പറ്റുന്നവരെല്ലാം കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും തിരിച്ചു മേടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷപ്രദമായ നിമിഷങ്ങളാണ് കേട്ടോ. എൻ്റെ നിരഞ്ജന ഒരു മിലേനിയം റിപ്പബ്ലിക് ഡേ ഗേളാണ് കേട്ടോ. 2000 ജനുവരി 26-നാണ് നിരഞ്ജന ജനിച്ചത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ദിവസം വളരെ സ്പെഷ്യലാണ്. ഞങ്ങൾ പണ്ട് തൊണ്ടേ അവളുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ആഘോഷിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ദിവസം നമ്മൾ എടുത്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ നമുക്ക് ഇത് അവരുമായി പങ്കിടണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ആ കേക്ക് മുറിച്ചതും നമുക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ കേക്ക് കൊടുത്തു. കാരണം ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വെളിയിൽ പന്തലിൽ നമ്മൾ കേക്ക് വിതരണം ചെയ്തു. പക്ഷേ എല്ലാവർക്കും കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഫോട്ടോ എടുപ്പാണ് നടന്നത്. അപ്പം എല്ലാവരും നിരഞ്ജനോട് ചേർന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെയല്ല പറയേണ്ടത്, എല്ലാവരെയും നിരഞ്ജന ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തു. നിരഞ്ജന എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആവുന്നൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം എല്ലാവരെയും വലിയ ഇഷ്ടവുമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളെയെങ്കിലും മിസ് ചെയ്യാതെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും നമുക്കല്ലെങ്കിൽ ഇത്രയും ഫോട്ടോ നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം നിരഞ്ജന എടുത്ത ഫോട്ടോകളാണ് കേട്ടോ. സെൽഫി എടുത്തതാണ്. നിരഞ്ജനയുടെ ഫ്രണ്ട്സും സഖാക്കളും കൂട്ടുകാരും എല്ലാവരും ഉണ്ട് അതിനകത്ത് കേട്ടോ. റിലേറ്റീവ്സും ഇപ്പോഴുള്ള നമ്മളെ പരവൂരത്തെ അഡ്വക്കേറ്റ്സും അതെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചേർത്തലയിലെ ബിന്ദു അമ്മയും ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടി ഒരുപാട് ദൂരത്ത് നിന്ന് ഈ ഒരു ദിവസം ത്യാഗം സഹിച്ച് തന്നെ എന്ന് തന്നെ പറയണം വന്നവരാണ് മിക്ക ആൾക്കാരും. അത് നമ്മളുടെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ പോലും നമ്മളുടെയൊക്കെ തൊട്ടടുത്തൊക്കെ കല്യാണങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച് അവർ വന്നു. വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മളുടെ നന്ദിയും കൂടിയാണ് കേട്ടോ ഈ അറിയിക്കുന്നത്. അത്രയും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു ഫങ്ഷൻ നമുക്ക് നന്നായി നടത്തിയെന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് ഹരിക്ക് കഴിഞ്ഞില്ല. അതൊരു മിസ്സിങ് തന്നെയാണ് ഹരിക്ക്. കാരണം ഹരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫുൾ കളർഫുൾ ആയനായിരുന്നു. കാരണം ഹരി ആയിരുന്നല്ലോ നായകൻ, നിരഞ്ജന നായികയും. അപ്പം അതിൻ്റെ ഒരു വിഷമം അവനും കാണുമായിരിക്കും. സാരമില്ല, നമുക്കിതെല്ലാം കല്യാണത്തിന് തീർക്കാം. ഓക്കെ, അപ്പം നമ്മളെ കല്യാണം വരുന്നുണ്ട് മെയ് മാസം 10-ാം തീയതി 2026 മെയ് മാസം 10-ാം തീയതി EAK ഓഡിറ്റോറിയത്തിൽ വെച്ച്. ചിറക്കരയിലോട്ട് പോണ വഴിക്കാണ്, ഇടവട്ടം EAK ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10:45-നും 11:15-നും ഇടയ്ക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും വരണം, അന്ന് ഞാൻ വിളിക്കും എല്ലാവരെയും. ഓക്കെ, അപ്പം ഇപ്പം ഉണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരും സഹകരിച്ച് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, അപ്പം ഏകദേശം 650ഓളം പേര് ഞങ്ങൾക്ക് സദ്യക്കുണ്ടായിരുന്നു. അപ്പം അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ആദ്യം കുറച്ച് സമയം ഞങ്ങൾക്ക് സദ്യ വിളമ്പലിൽ കുറച്ച് ലാഗ് വന്നു. അത് ഞങ്ങൾ ഏൽപ്പിച്ച വിളമ്പുകാരുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ പിന്നീട് ഞങ്ങളുടെ ശരത്തും ഞങ്ങളുടെ കണ്ണനും ബാലുവും ഞങ്ങളുടെ CGയുടെ ഹസ്ബൻഡ് അരുണും എല്ലാം അങ്ങ് ഇടിച്ച് കയറി എല്ലാവരും വിളമ്പി, കവിത സഹിതം വിളമ്പി. അങ്ങനെ നമ്മൾ ആ ഒരു കുറവ് ഒരു 2 പന്തി, ഒരു പന്തി 1.5 പന്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളതങ്ങ് പരിഹരിച്ചു കേട്ടോ. അപ്പം അങ്ങനെയാണ് എല്ലാവരും ഒത്തുചേർന്നാണ് ഈ കല്യാണം നടത്തുന്നത് കേട്ടോ. അപ്പം ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ട്. സൂപ്പർ സദ്യയായിരുന്നു. എല്ലാവരും പാചകക്കാരെ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടാണ് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതിനകത്തൊന്നും പറയാനില്ല. സൂപ്പർ, അതിനെക്കാട്ടി സൂപ്പറായിട്ട് കല്യാണത്തിന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയായിരിക്കും ഞങ്ങൾക്ക് കല്യാണത്തിന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നായകനോടെ പരിചയപ്പെട്ടേക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഹരിലാൽ. അപ്പം നമുക്ക് കല്യാണത്തിന് നേരിട്ട് കാണാം.
ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.